സാർവത്രിക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കുവാനും പരിചയപ്പെടുവാനും തലശ്ശേരി അതിരൂപത KCYM-ഉം ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പഠനവേദി UCAT-ൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും ചർച്ചകൾ നയിക്കാനും നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്തായും ദൈവശാസ്ത്ര പണ്ഡിതനും ശാലോം TV പ്രേക്ഷകർക്ക് സുപരിചിതനുമായ അഭിമന്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ചോദ്യങ്ങളുമായി നമ്മോടൊത്തായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ ചെമ്പേരി ഫൊറോനയിലെ യുവജനങ്ങളാണ്. എല്ലാ യുവജനങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത്. വീണ്ടും ആ ചർച്ചകൾ തുടരുകയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. പിതാവേ, ആദ്യത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ബിസ്മിയുടെ ചോദ്യം അഭിമന്യ പിതാവിനോട് ചോദിക്കാം. പിതാവേ, ഞാൻ ബിസ്മി വിൽസൺ. എൻ്റെ ചോദ്യം ഇതാണ്: ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതുപോലെ തന്നെ യുവജനങ്ങളായ ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? ബിസ്മിയുടെ ചോദ്യം പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം എന്താണ്, യുവജനങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് അല്ലേ? ബിസ്മി എന്താ ചെയ്യുന്നത് ഇപ്പം? ടീച്ചറാണ്. എവിടെ? നടുവിൽ സ്കൂൾ അധ്യാപികയാണ് അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ബിസ്മി, ആ പേര് തന്നെ വളരെ ഗംഭീരമായിരിക്കുന്നു അല്ലേ? ബിസ്മി. യെസ്. ഈ പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്നത് ദൈവപുത്രനായ ഈശോ മിശിഹായാണ്. ഈശോയെ കാണാൻ, ഈശോയുടെ തിരുവചനം നേരിട്ട് കേൾക്കാൻ, ഈശോയുടെ ജീവിത മാതൃക മനസ്സിലാക്കാൻ, ഈശോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ച വലിയ ത്യാഗങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പുതിയ നിയമം വഴിയൊരുക്കും. അതാണ് പുതിയ നിയമം എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു പുസ്തകമല്ല, മറിച്ച് ദൈവപുത്രൻ എന്ന വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടുന്ന ഭൂമികയാണ്. വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറയും, പുതിയ നിയമത്തിൽ നമ്മൾ ഈശോയുടെ തിരുവചനം കേൾക്കുമ്പോൾ അത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടത്. അഗസ്തീനോസ് പുണ്യവാളൻ്റെ ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു ഹോമിലിയിൽ പറയുന്ന ഒരു ചിന്തയുണ്ട്. അതിങ്ങനെയാണ്: മനുഷ്യർ പരിശുദ്ധ കുർബാനയെ വലിയ പ്രാധാന്യത്തോടെ സ്വീകരിക്കുക. അതിൻ്റെ ഒരു പൊടിയെങ്കിലും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അച്ഛന്മാർ അത് തപ്പി എടുത്ത് അത് കൺസ്യൂം ചെയ്യും അല്ലേ? അത് ഉൾക്കൊള്ളും. ഒരു പൊടി പോലും വിശുദ്ധ കുർബാന പാഴായി പോകാൻ സമ്മതിക്കുക. വിശുദ്ധ അഗസ്റ്റിൻ പറയാണ്, തിരുശരീരമായി നമുക്ക് തന്നെ തരുന്ന ഈശോ മിശിഹാ തന്നെയാണ് തിരുവചനമായിട്ട് നമുക്ക് തരുന്നത്. പക്ഷേ ദൈവവചനം കേൾക്കുമ്പം ആളുകൾ ചുമ്മാ കുത്തിയിരുന്ന് ഉറങ്ങും. എന്നാ പ്രസംഗം എന്നും പറഞ്ഞ് അച്ഛൻ്റെ പ്രസംഗത്തെ പുച്ഛിച്ചുകൊണ്ട് അവിടെ ഇരിക്കും, ഒന്നും ശ്രദ്ധിക്കുക. അപ്പോൾ അഗസ്തീനോസ് പുണ്യാളൻ പറയുകയാണ്, തിരുശരീരത്തിലൂടെ പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അതേ ഈശോ തന്നെയാണ് തിരുവചനമായി നമ്മിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഈശോയുടെ പേര് എന്താണ്? വചനം എന്നാണ്, ലോഗോസ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ ശ്ലീഹ പറയും 1:14 സുവിശേഷകൻ പറയുന്ന എന്താണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, കൃപയും സത്യവും നിറഞ്ഞ അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. അതായത് വചനം ഈശോ മിശിഹാ എന്ന ദൈവപുത്രൻ തന്നെയാണ് എന്നാണ് സുവിശേഷകൻ പറയുന്നത്. അതുകൊണ്ട് ദൈവവചനമായ പുതിയ നിയമത്തെ നമ്മൾ കൂടുതൽ ആദരവോടെ സ്നേഹത്തോടെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം നമ്മൾ ഈശോ മിശിഹായെ നേരിൽ കണ്ടുമുട്ടുന്ന
വേദിയാണ് വിശുദ്ധ ഗ്രന്ഥം. ആ ഒരു സത്യം തിരിച്ചറിയണം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ പറയും, എന്നോട് ഈശോ മിശിഹ എന്താണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നറിയണമെങ്കിൽ, ഒരു പ്രതിസന്ധിയിൽ ഈശോ മിശിഹ എന്നെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്, മാർഗനിർദ്ദേശം തരുന്നത് എന്നറിയണമെങ്കിൽ ഈശോയുടെ വചനമായ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മതി. വചനം വായിക്കുമ്പോൾ അതിന് ഉത്തരവുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, പുതിയ നിയമം എങ്ങനെ നിങ്ങൾ യുവജനങ്ങൾ പ്രയോജനപ്പെടുത്തും എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് സ്വയമേവ കണ്ടെത്തി ഒരു ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വിചാരിക്കും. എന്താണ് തീരുമാനിക്കേണ്ടതെന്നറിയാൻ പാടില്ലാത്തവർ, നിങ്ങൾ ഈശോയുടെ സുവിശേഷത്തിലെ ഒരധ്യായം എടുത്ത് വായിക്കുക. സത്യമായും ഒരധ്യായം തീരുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ നിങ്ങളോട് ഈശോ എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. കാരണം ഈ വചനം ബൈബിളിൻ്റേത് എന്ന് പറയുന്നത് പത്രം വായിക്കുന്നത് പോലെ, ഒരു നോവൽ വായിക്കുന്നത് പോലെയോ, ഒരു പുസ്തകം പോലെയോ. അവയിലെല്ലാമുള്ള അക്ഷരങ്ങൾ മരിച്ചു കഴിഞ്ഞത്, ചത്തിരിക്കുന്ന അക്ഷരങ്ങൾ. ചിലപ്പോൾ അതിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ, പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വചനവും ജീവനുള്ളതാണ് എന്ന് മാത്രമല്ല, അത് എന്നോട് ദൈവം നേരിട്ട് സംസാരിക്കുന്ന വചനങ്ങളാണ്. അങ്ങനെയാണ് ദൈവവചനത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഈശോയുടെ നേരിട്ടുള്ള വചനങ്ങൾ നമുക്ക് ലഭിക്കുന്ന സുവിശേഷ ഗ്രന്ഥങ്ങളോടുള്ള പ്രാധാന്യം, യുവജനങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തിലെ ഓരോ സംഭവം ഇന്ന സുവിശേഷത്തിൽ ഇന്ന അധ്യായത്തിലാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു പുസ്തക പരിചയം പുതിയ നിയമമായിട്ടുണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും പുസ്തകം പഠിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ഒരു ഉത്തരം എഴുതാൻ ഓർക്കുമ്പോൾ അതിൻ്റെ ഇന്ന പേജിൽ ഇന്ന വശത്ത് ഈ ഖണ്ഡികയിൽ ഈ ആശയമുണ്ട് എന്ന്, അങ്ങനെ നിങ്ങൾ ലോക്കൽ മെമ്മറി ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷയ്ക്കൊക്കെ ഉത്തരം എഴുതാറുള്ളത്, അല്ലേ? എന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സുവിശേഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സമാനമായ ഒരു ലോക്കൽ മെമ്മറി ഉണ്ടാകുന്നത് സുവിശേഷ ഗ്രന്ഥങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും നമുക്ക് മാർഗദീപങ്ങളായി അവയെ പ്രയോജനപ്പെടുത്താനും സഹായകമാകും. പിതാവേ, ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൊണ്ടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചോദിച്ചോളൂ. ഓരോ സുവിശേഷകന്മാരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു. അവരെഴുതിയ ഓരോ പുസ്തകത്തിലെ ഉപമകൾ പലതും വ്യത്യസ്തമാണ്. അതെന്തുകൊണ്ടായിരിക്കാം? യെസ്, അത് നല്ലൊരു ചോദ്യമാണ്. ഈ ഈശോ പറഞ്ഞ ഒരു ഉപമയെ സുവിശേഷകന്മാരെടുത്തെഴുതിയപ്പോൾ അത് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അതിന് വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഉപമകൾക്ക് തമ്മിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അതേസമയം അവയുടെ ആഖ്യാനത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്, അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഈശോ നേരിട്ട 3 പ്രലോഭനങ്ങളെക്കുറിച്ച് മത്തായി സുവിശേഷകനും ലൂക്കാ സുവിശേഷകനും പറയുന്ന 3 പ്രലോഭനങ്ങൾ തുല്യമാണ്. പക്ഷേ അവയുടെ ക്രമം ലൂക്കായിൽ 2ാമത് പറയുന്ന കാര്യം മത്തായിൽ 3ാമതാണ് പറയുന്നത്. ഏത് രീതിയിലാണ് പിശാച് ഈശോയെ പരീക്ഷിച്ചതെന്ന് നമുക്ക് കൺഫ്യൂഷനുണ്ട്. പക്ഷേ രണ്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോയെ പരീക്ഷിച്ചത് ഈ 3 പ്രലോഭനങ്ങൾ കൊണ്ടാണ്. 2ാമത് ഏതായിരുന്നു 3ാമത് ഏതായിരുന്നു എന്നുള്ളൊരു സംശയം അതിൽ വരാൻ സാധ്യത. ഇങ്ങനെ ഓരോ വിവരണങ്ങളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ സുവിശേഷകന് ഒരു പരമമായ ലക്ഷ്യമുണ്ട് ആ സുവിശേഷം എഴുതുമ്പോൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മർക്കോസ് സുവിശേഷകൻ്റെ ലക്ഷ്യം ഈശോ ദൈവപുത്രനാണ് എന്ന് സ്ഥാപിക്കുക. ഈശോയുടെ ദൈവപുത്രത്വത്തെ ആധികാരികമായി സ്ഥാപിക്കാൻ പറ്റിയ കാര്യങ്ങൾക്കാണ് അവിടെ അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ ഊന്നൽ കൊടുക്കുന്നത് ലോകരക്ഷകനായ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥനാപൂർവമായിരുന്ന് നാം രക്ഷ പ്രാപിക്കണം എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ലൂക്കാ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കും. എല്ലാവർക്കും രക്ഷ എന്നുള്ള ആശയത്തിന്
പ്രാധാന്യം കൊടുത്താണ് അദ്ദേഹം സുവിശേഷം എഴുതുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ മോശയാണ്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മോശയുമായി ബന്ധപ്പെട്ട ഒരു പരിപ്രേക്ഷ്യത്തിലാണ് അദ്ദേഹം തൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത്. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ഈശോ എന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ്. അവൻ സ്വർഗത്തിലേക്ക് തിരികെ പോകുന്നവനാണ്. അവൻ്റെ പീഡാനുഭവം പോലും എന്താണ്? അവൻ്റെ വിജയഭേരിയാണ്. ആ രീതിയിലാണ് അദ്ദേഹം സുവിശേഷം ഈശോ ദൈവപുത്രനായ മിശിഹായാണ് എന്ന് സ്ഥാപിക്കുകയാണ് യോഹന്നാൻ ശ്ലീഹായുടെ ലക്ഷ്യമെന്നത്. അപ്പം ഈ 4 സുവിശേഷങ്ങളുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് അവ ഊന്നൽ കൊടുക്കുന്ന കാര്യങ്ങൾക്കും വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ലൂക്കാ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം മർക്കോസിൻ്റെ സുവിശേഷത്തിലില്ല. മർക്കോസിൽ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുകയല്ല, സഹനത്തിലൂടെ രക്ഷപ്പെടുക. കാരണം മർക്കോസിൻ്റെ സമൂഹം റോമാക്കാരുടെ മതമർദ്ദനത്തെ അഭിമുഖീകരിക്കുന്ന സമൂഹമാണ്. അവിടെ വേദനയ്ക്കും പീഡനത്തിനും വിധേയമാകുന്ന ഒരു ജനത്തെ ശക്തിപ്പെടുത്തുന്ന ഈശോയുടെ സഹന ദർശനത്തിനാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ എഴുതപ്പെട്ട സമൂഹത്തിൻ്റെ പശ്ചാത്തലം, അതുപോലെ എഴുതുന്ന സുവിശേഷകൻ്റെ ദൈവശാസ്ത്ര വീക്ഷണം, അവയ്ക്കനുസരിച്ച് ഇവയിലെ ആഖ്യാനങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ വ്യത്യാസങ്ങൾ ഒരിക്കലും പരസ്പര വിരുദ്ധമായി വന്നിട്ടില്ല. ഈ സുവിശേഷകന്മാർ അവരുടെ സുവിശേഷങ്ങൾ പരസ്പരം കണ്ടിട്ടേയില്ല. 4 സ്ഥലങ്ങളിൽ 4 കാലങ്ങളിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥങ്ങൾ ഇന്ന് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവയിൽ ഒന്നിൽ പോലും വൈരുദ്ധ്യങ്ങളില്ല എന്ന്, അല്ലേ? അങ്ങനെ വൈരുദ്ധ്യങ്ങളില്ലാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഒരേ പരിശുദ്ധാത്മാവാണ് ഈ ഗ്രന്ഥങ്ങളെ എഴുതാൻ പ്രേരിപ്പിച്ചതും പ്രചോദിപ്പിച്ചതും എന്ന സത്യം. പുതിയ നിയമം ഈശോ മിശിഹായെ കണ്ടുമുട്ടുന്ന വേദിയാണെന്നും എപ്രകാരം യുവജനങ്ങൾ ആത്മീയമായി അതിനെ സ്വീകരിക്കണമെന്നും അഭിമന്യ പിതാവ് നമ്മോട് മനോഹരമായി പറഞ്ഞു തന്നു. അഭിമന്യ പിതാവിന് നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? നോയലാണ്. നോയലിൻ്റെ ചോദ്യം പിതാവിനോട് ചോദിക്കാം. പിതാവേ, എൻ്റെ പേര് നോയൽ മൈക്കിൾ. എൻ്റെ ചോദ്യം ഇതാണ്: സുവിശേഷങ്ങളും ലേഖനങ്ങളും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സുവിശേഷങ്ങൾ ഈശോയുടെ വചനങ്ങളാണെന്നറിയാം. അപ്രകാരം ലേഖനങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? യെസ് നോയൽ, സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നോയലിൻ്റെ സംശയം, അല്ലേ? യെസ്, സുവിശേഷങ്ങൾ 4 ഉണ്ടെന്ന് നോയലിനറിയാം, അല്ലേ? യെസ്, ഈശോയുടെ ജനനം മുതൽ മരണം വരെയുള്ള. നോയൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുമസ് എന്നൊരു അർത്ഥമുണ്ടെന്ന്. യെസ്, ഫ്രഞ്ച് ഭാഷയിൽ ക്രിസ്തുമസിന് പറയുന്ന പേരാണ് നോയൽ. അത് ഉണ്ണീശോയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ന്യൂ ഗോഡ് എന്നുള്ള അർത്ഥത്തിൽ ഉണ്ണീശോയെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ ഉണ്ണീശോയുടെ ജനനം മുതൽ ഈശോയുടെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അതാണ് സുവിശേഷത്തിൻ്റെ ഇതിവൃത്തമെന്ന്. തുടർന്ന് ലേഖനങ്ങൾ, നടപടി പുസ്തകം അടക്കം ഈ ക്രിസ്തു സംഭവത്തിന് സാക്ഷികളായ അപ്പസ്തോലന്മാർ ഈ സുവിശേഷം പോയി പ്രസംഗിച്ചു ആളുകൾ. ആ പ്രസംഗം അവരെങ്ങനെ പ്രസംഗിച്ചു എന്നും ആ പ്രസംഗം കേട്ട മനുഷ്യരിൽ എന്ത് മാറ്റമുണ്ടായി എന്നും ആ മാറ്റമുണ്ടായവരെങ്ങനെ ക്രിസ്തുവിൻ്റെ അനുയായികളായി ജീവിക്കാൻ തുടങ്ങി എന്നും ഉള്ള വിവരണങ്ങളാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളും ലേഖനങ്ങളും നമുക്ക് തരും. അവ കൂടാതെ തന്നെ ഇങ്ങനെ ജീവിച്ചു തുടങ്ങിയ സമൂഹങ്ങൾ ക്രിസ്തീയതയിൽ വളരാൻ ആരംഭിച്ചപ്പോൾ അവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംശയങ്ങളും ഉണ്ട്. അത് അവരുടെ പിതാവായ അപ്പസ്തോലന്മാരോട് അവരെഴുതി ചോദിച്ചു, ഇങ്ങനെയൊരു പ്രശ്നം ഞങ്ങളുടെ ഇടയിലുണ്ട്, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അപ്പോൾ അതിന് സ്ലീഹന്മാർ കൊടുക്കുന്ന ഉത്തരങ്ങളാണ് പലപ്പോഴും ലേഖനങ്ങളിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ലേഖനങ്ങളുടെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ, സുവിശേഷം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെട്ടവർ എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു, സഭാത്മക ജീവിതം നയിക്കണം എന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന
വചനഭാഗങ്ങളാണ് ലേഖനങ്ങൾ. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് വാസ്തവത്തിലേത് ലേഖനങ്ങൾ എന്ന് പറയും. നിങ്ങൾ തിയറിയും പ്രാക്ടിക്കലും ഉണ്ട് അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നവർക്ക് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. തിയറി ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പോയി ലാബിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇതാണ് പ്രാക്ടിക്കൽ. എന്നതുപോലെ സുവിശേഷം തിയറി ക്ലാസ്സാണ് എങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഏത് ലേഖനങ്ങൾ. ഓക്കെ, ഈ ലേഖനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ അത്രയും പ്രാധാന്യം ലേഖനത്തിനുണ്ടോ എന്ന് ചിലപ്പം ചിലർ ചോദിക്കാറുണ്ട്. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ഇവിടെ കൂടുതലും അവിടെ കുറവാണ് എന്നൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എങ്കിൽ പോലും ഈശോമിശിഹ നേരിട്ട് പറഞ്ഞ വചനങ്ങളായ സുവിശേഷങ്ങൾക്കാണ് പ്രാധാന്യത്തിൻ്റെ ശ്രേണിയിൽ ഒന്നാം സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കും. ലേഖനങ്ങളിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു നിശ്ചിത സഭാസമൂഹത്തിലെ ഒരു പ്രശ്നത്തിനുള്ള ഉത്തരമാണ് എങ്കിൽ പോലും ആ പ്രശ്നങ്ങളുടെ സമാന പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സഭയിൽ ഉണ്ടാകുമ്പോൾ ഈ ലേഖനങ്ങളിൽ ശ്ലീഹ കൊടുക്കുന്ന ഉത്തരം ഇന്നും പ്രസക്തമായ ഉത്തരമാണ്. ഉദാഹരണം പറഞ്ഞാൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ആദ്യം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ശ്ലീഹ പറയുക, കൊറിന്തോസുകാരെ നിങ്ങൾ വഴക്കാളികളാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ പല ഗ്രൂപ്പായി തിരിഞ്ഞ് വഴക്ക് കൂടുകയാണ്. ചിലർ പറയുന്നു ഞങ്ങൾ അപ്പോളോസിൻ്റേതാണ്, ചിലർ പറയുന്നു ഞങ്ങൾ പൗലോസിൻ്റേതാണ്, ചിലർ പറയുന്നു ഞങ്ങൾ കേപ്പായുടെ ആളുകളാണ്. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ആരാണ് ഈ പൗലോസ്? ആരാണ് ഈ കേപ്പ? ആരാണ് ഈ അപ്പോളോസ്? അവരൊക്കെ എന്താണ്? ദൈവത്തിൻ്റെ രക്ഷാകര സന്ദേശത്തിൻ്റെ ദൂതന്മാർ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി കുരിശിലേറിയത് പൗലോസാണ്. നിങ്ങൾക്ക് വേണ്ടി ചോര ചിന്തി ബലിയർപ്പിച്ചത് പത്രോസാണ്. നിങ്ങളെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചത് അപ്പോളോസാണ്, അല്ല, ഈശോമിശിഹായാണ്. നമ്മളെല്ലാവരും ഒരേ ഈശോമിശിഹായുടെ തിരുരക്തത്തിൽ സ്നാനപ്പെട്ടവരാണ്. ഈശോയെ മറന്ന് നമ്മൾ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ ഓരോ ഗ്രൂപ്പിൻ്റെ നേതാക്കന്മാരുടെ പിന്നാലെ പോകുമ്പോൾ സഭയിൽ ഭിന്നതയുണ്ടാകുന്നു. പൗലോസ് ശ്ലീഹ പറഞ്ഞ ആ ആശയം ഇന്നും ഓരോ ഇടവകയിലടക്കം പ്രസക്തമായ കാര്യം. സഭയിൽ എവിടെയെല്ലാം പിളർപ്പും ഭിന്നതയും അസ്വസ്ഥതയും വിഭാഗീയതയും ഉണ്ടാകുന്നു അവിടെയെല്ലാം ശ്ലീഹ പറഞ്ഞ ഈ സന്ദേശം പ്രസക്തമാണ്. അതുകൊണ്ട് കൊറിന്തോസിലെ ആ പ്രശ്നത്തിനാണ് ശ്ലീഹ അവിടെ ഉത്തരം നൽകുന്നത് എങ്കിലും ആ ഉത്തരങ്ങൾക്ക് കാലാതിവർത്തിയായ പ്രസക്തിയുണ്ട്. സമകാലിക പ്രശ്നങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരമാണത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്ലീഹ കൊറിന്തോസ് ലേഖനത്തിൽ തന്നെ 7, 8, 9 അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്നൊരു വലിയ വിഷയമുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ? ഇന്ന് അങ്ങനത്തെ ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് ഇന്ന് നമുക്കൊരു ഉത്തരം പറയാൻ ചിലപ്പോൾ അറിയാൻ പാടില്ലാതെ വന്നേന്. ശ്ലീഹ അതിന് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി അന്നേ ഉത്തരം പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം? ഈ ലോകത്ത് വിഗ്രഹം എന്നൊന്നില്ല എന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? സത്യദൈവം ഒന്നേ ഉള്ളൂ. ആ സത്യദൈവം ഒന്നേ ഉള്ളതുകൊണ്ട് വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വേറെ ഏതോ ഒരു ദൈവത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു സാന്നിധ്യം എന്നാണ്. വേറൊരു ദൈവമില്ലല്ലോ, പിന്നെന്തിനാണ് വിഗ്രഹമുള്ളത്? എന്തോ ഒരു ആഴമുള്ള അർത്ഥമാണ് ശ്ലീഹ പറഞ്ഞു തരുന്നത്. നമ്മുടെ സമകാലിക പ്രശ്നങ്ങളോടാണ് അദ്ദേഹം സംവദിക്കുന്നത്. ഇത് പറയുമ്പോഴും ലേഖനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ആ പശ്ചാത്തലത്തിൽ മാത്രം പ്രസക്തമായ കാര്യം. ഉദാഹരണമായിട്ട് ഇതേ ലേഖനത്തിൽ തന്നെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, ആദ്യം പിഴച്ചത് സ്ത്രീയാണെന്ന് ഓർത്തോണം, അവൾ തലയെ മുണ്ടിട്ട് നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് സ്ത്രീകളോട് സംസാരിക്കുന്നു. പൗലോസ് ശ്ലീഹ ഒരു സ്ത്രീ വിരോധിയായിട്ട് പലരും ഇതിൻ്റെ പേര് ചിത്രീകരിക്കാറുണ്ട് അല്ലേ? പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ തലയിൽ മുണ്ടിടണം, അതുകൊണ്ട് കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ സാരിയുടെ തലപ്പിങ്ങ് കയറ്റിയിടാത്ത ചേട്ടത്തിമാർക്ക് ചില പ്രായമുള്ള അച്ഛന്മാർ കുർബാന കൊടുക്കുകയില്ലാത്ത സാഹചര്യമുണ്ട്. അങ്ങനത്തെ ചില പിടിവാശികളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യേണ്ട, അവർക്ക് കുർബാന കൊടുക്കണമെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ പറയും, ദേ പൗലോസ് ശ്ലീഹ പറഞ്ഞല്ലേ ഞങ്ങൾ നടപ്പിലാക്കി.
പൗലോസ്ലീഹ അവിടെ പറഞ്ഞത് ഏത് സാഹചര്യത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് കൊറിന്തോസിലെ സഭയിലെ പല പ്രശ്നങ്ങളും സ്ലീഹ എണ്ണി പറയുന്ന കൂട്ടത്തിലാണ് ഇത് പറയുന്നത്. അതായത് കൊറിന്തോസിലെ സഭയിലെ ഒരു സംഘം ചേടത്തിമാർ, ഒരു 10-14 ചേടത്തിമാരുടെ ഒരു ഗ്രൂപ്പ്, ഒരു മാതൃവേദിക്കാർ, അവർ സ്ലീഹായ്ക്കെതിരായി വീടുകളിൽ ചെന്ന് പറയാൻ തുടങ്ങി, ഈ പൗലോസ് വ്യാജ അപ്പസ്തോലൻ, അവൻ ഈശോയെ കണ്ടിട്ടുമില്ല, ഈശോയെ കേട്ടിട്ടുമില്ല, അവൻ പറയുന്നത് കേട്ട് നടന്നാൽ നമ്മൾ പെരുവഴിയിലാകും. അതുകൊണ്ട് പൗലോസിൻ്റെ മാർഗം ഉപേക്ഷിച്ച് നമ്മൾ ജെറുസലേമിലെ അപ്പസ്തോലന്മാർ പറയുന്നത് പോലെ കേൾക്കണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. പൗലോസ് വ്യാജനാണ് എന്ന് പറഞ്ഞ് വീടുകളിൽ കയറി നടക്കുന്നതായിട്ട് സ്ലീഹ അറിഞ്ഞു. അതിന് പൗലോസ് സ്ലീഹ എന്തെങ്കിലും കേട്ടാൽ പൊട്ടിത്തെറിക്കുന്ന കൂട്ടത്തിലാണ് സ്ലീഹ. ആ കേൾവിക്ക് സ്ലീഹയുടെ മറുപടിയാണ്, സ്ത്രീ സഭയിൽ മിണ്ടാതിരിക്കട്ടെ, നീ ഇതുപോലത്തെ സ്വഭാവം കൊണ്ടാണ് ആദ്യം പിശാച് നിന്നെ പിഴപ്പിച്ചത്, തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കേണ്ടതാണ് പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നത് ലോകത്തെ സകലമാന സ്ത്രീകളോടും അല്ല സ്ലീഹ ചൂടാകുന്നത്. ആരോടാ ചൂടാകുന്നത്? തന്നെ ആക്ഷേപിച്ച് തൻ്റെ ശ്ലൈഹിക സ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ ഒരു വിഭാഗം സ്ത്രീകളോടുള്ള സ്ലീഹായുടെ ഒരു രോഷപ്രകടനമാണ്. അതെല്ലാ സ്ത്രീകൾക്കും വേണ്ടി പറയുന്നു. പൗലോസ് സ്ലീഹ എത്രയോ സ്ത്രീകളെ ആദരവോടെ സ്നേഹിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, അവർക്ക് സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്നുണ്ട്, അവരെ തൻ്റെ സുവിശേഷത്തിൻ്റെ സഹശുശ്രൂഷകരായി പരിഗണിക്കുന്നുണ്ട്. ഇല്ലേ? അക്വീലായും പ്രഷീലായും എന്നൊക്കെ പറയുന്നവർ പൗലോസിൻ്റെ സന്തത സഹചാരികളായ വ്യക്തികളായിരുന്നുവെന്ന് റോമാലേഖനത്തിൻ്റെ അവസാനത്തിൽ സ്ലീഹ എത്രയോ സ്ത്രീകളുടെ പേര് പറഞ്ഞാണ് അവർക്ക് നന്ദി പറയുന്നത്. സ്ലീഹ ഒരിക്കലും ഒരു സ്ത്രീ വിരോധിയല്ല. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ചിലപ്പം പൗലോസ് സ്ലീഹായോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഇല്ലേ? അങ്ങനെ ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. അത് ലേഖനം എന്ന് പറയുമ്പോൾ ലേഖനത്തിലെ ചില കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും ബാധകമായ കാര്യങ്ങളുണ്ട്. അതേസമയം അതിലെ ചില കാര്യങ്ങൾ എന്താണ്, അത് പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക വ്യക്തികൾക്ക് നൽകപ്പെട്ട കാര്യങ്ങൾ. അതിനെ സാർവത്രികമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചില തെറ്റിദ്ധാരണകളുണ്ടാകും. നിങ്ങൾ അന്യോന്യം കാണുമ്പോൾ പരസ്പരം ചുംബനങ്ങളാൽ അഭിവാദ്യം ചെയ്യുവെന്ന് അപ്പസ്തോലൻ പറയുന്നു. അല്ലേ? നിങ്ങളിപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ആരെങ്കിലും കണ്ടാൽ കയറി ചുംബിച്ച് അഭിവാദ്യം ചെയ്താലത്തെ അവസ്ഥ, വീട്ടിലെത്തിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, വേറെ എവിടെ എത്തുന്നതെന്ന് പറയാൻ പറ്റിയ അല്ലേ? അത് ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിലെ ഒരു ഗാർഹിക സഭയിലെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സ്ലീഹ പറയുന്നൊരു വാചകമാണ്. അല്ലാതെ അതെല്ലാ ക്രിസ്ത്യാനികളും എപ്പോഴും കണ്ട ഉടനെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം എന്നർത്ഥത്തിലല്ല സ്ലീഹ അത് പറയുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ലേഖനങ്ങൾക്ക് ഒരു സാർവത്രിക മാനം നൽകുന്ന സന്ദേശങ്ങൾ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക ആളുകൾക്ക് എഴുതുന്ന ലേഖനങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ പൗലോസ് സ്ലീഹ തിമോത്തിയോസിനോട് എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഇച്ചിരി വീഞ്ഞൊക്കെ കുടിച്ചോ നീ. അങ്ങനെ ആ ഇച്ചിരി വീഞ്ഞ് കുടിക്കുന്നത് ഉദരത്തിന് നല്ലതാണ്. പുള്ളിക്ക് എന്തോ രോഗമുണ്ട്, ഈ മനുഷ്യന് എന്തോ ഉദര രോഗമുണ്ട്. അപ്പോൾ വീഞ്ഞ് കലർന്ന, നമ്മുടെ ആയുർവേദം എല്ലാം തന്നെ നമുക്കറിയാം, മദ്യം കലർന്ന അല്ലെങ്കിൽ സ്പിരിറ്റ് കലർന്ന മരുന്നുകളാണ് ഈ ആയുർവേദത്തിലുള്ളത്. എന്നതുപോലെ വീഞ്ഞ് കലർത്തിയാണ് അവരുടെ മിക്കവാറും മരുന്നുകളുണ്ടാകുന്നത്. ഈ മനുഷ്യൻ ജന്മം ചെയ്താൽ വീഞ്ഞ് കലർത്തതൊന്നും കുടിക്കുകയല്ല. അപ്പോൾ സ്ലീഹ ഉപദേശിക്കുകയാണ്, എടാ ഇച്ചിരി വീഞ്ഞ് കുടിച്ചോ, വീഞ്ഞ് ഇച്ചിരി കുടിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നീ നരകത്തിൽ പോകുന്നില്ല, അങ്ങനെ പേടിക്കേണ്ടത് മരുന്നായിട്ട് ഉദര രോഗത്തിന് നല്ലതാണെന്ന് പറയും. നമ്മുടെ നാട്ടിലെ കള്ളുകുടിയന്മാർ അതെടുത്തിട്ട് പറയുകയാണ്, അതാ സ്ലീഹ പറഞ്ഞു കുറേശ്ശെ കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് വരാൽ വെള്ളം എടുക്കുന്നത് പോലെ തച്ചിനിരുന്ന് കുടിക്കുന്നവന്മാരുണ്ട്. അതിനെ ഈ ഒരു ലേഖനത്തിൽ പറയുന്നതിനെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ വ്യാഖ്യാനിക്കണം. എങ്കിൽ മാത്രമേ ലേഖനത്തിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സത്യം ഓർക്കണം. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളും ലേഖനങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വിശുദ്ധ പൗലോസ് സ്ലീഹായുടെ ലേഖനങ്ങളെ ഉദ്ധരിച്ച് അഭിമന്യ പിതാവ് പറഞ്ഞു തരികയായിരുന്നു. അഭിമന്യ പിതാവിന് നന്ദി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അടുത്ത ചോദ്യം ചോദിക്കുന്നത് അൽഫോൻസയാണ്. അൽഫോൻസ, പിതാവിനോട് ചോദിക്കാം. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവത്തോടൊരു സമ്പർക്കം, ഇത് യഥാർത്ഥത്തിൽ സാധ്യമാണോ? യെസ്, അൽഫോൻസായുടെ ചോദ്യം
വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവത്തോടുള്ള സമ്പർക്കം സാധ്യമാണ്. അങ്ങനെയല്ലേ ചോദിച്ചത്? അല്ലേ? ഓക്കെ. യെസ്, ഈ ദൈവത്തോടുള്ള സമ്പർക്കം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നേരത്തെ ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞായിരുന്നു, ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കേൾക്കുകയാണ്. ദൈവം സംസാരിക്കുന്നു, മക്കളായ നമ്മൾ കേൾക്കുന്നു. അതാണ് വചനവായനയിൽ സംഭവിക്കുക, ഇല്ലേ? ഹേലി എന്ന പ്രവാചകൻ്റെ അടുക്കൽ സാമുവേൽ എന്ന ബാലൻ ചെന്നു. കിടന്നുറങ്ങുമ്പോഴാണ് സാമുവേൽ സാമുവേൽ എന്ന് ദൈവം വിളിച്ചു. സാമുവേൽ വിചാരിച്ചു അതെന്താണ് ഈ ഏലി കാർന്നോര് വിളിക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങോട്ട് ഓടിച്ചു. അങ്ങനെ വിളിച്ചോ ഗുരു? ഇല്ല, വിളിച്ചില്ല, നീ പോയി കിടന്നു, വല്ല സ്വപ്നം കണ്ടതായിരുന്നു. പിന്നെയും വിളിച്ചു, സാമുവേൽ സാമുവേൽ. ഇവൻ ഓടിച്ചെന്നു. അതുപോലെ തന്നെയെന്ന് ഏലി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ലടാ കൊച്ച, നീ എന്നെ പിന്നെയും വന്ന് എൻ്റെ ഉറക്കം കളയുന്നു, പോയി കിടക്കാൻ. മൂന്നാമത് ഓടിച്ചെന്നു. അപ്പോൾ ഏലി പറഞ്ഞു, മിക്കവാറും ദൈവം നിന്നോട് വിളിക്കുന്നതായിരിക്കും, ദൈവം എന്നാ പറയുന്നതെന്ന് നീ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നീ എന്നാ ചെയ്യണം? നീ പറയണം അടുത്ത തവണ വിളി കേൾക്കുമ്പോൾ, കർത്താവെ സംസാരിച്ചാലും ദാസനിതാ ശ്രവിക്കുന്നു എന്ന് പറയണമെന്ന്. വീണ്ടും ദൈവം വിളിച്ചു, സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചപ്പോൾ സാമുവേൽ പറഞ്ഞു, ദൈവമായ കർത്താവെ അങ്ങ് സംസാരിച്ചാലും ദാസനിത ശ്രവിക്കാൻ സന്നദ്ധനായിരിക്കുന്നു. ശരിക്കും ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വേണ്ട ചിന്ത ഇതാണ്, ദൈവമേ അങ്ങ് എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ഉപദേശം കേൾക്കാൻ, നിർദ്ദേശം കേൾക്കാൻ, എൻ്റെ ജീവിതത്തിന് മാർഗനിർദ്ദേശമാകാൻ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മൾ ദൈവവചനം കേൾക്കും. അങ്ങനെ വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വചനം നമുക്ക് സൗഖ്യം തരും. ടെൻഷൻ പിടിച്ചിരുന്നു, പരീക്ഷയ്ക്ക് തോക്കുമോ ദൈവമേ കഷ്ടം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നിക്കുമ്പോഴാണ് നമ്മൾ വചനം വായിക്കുന്നത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എൻ്റെ ചുമട് ഭാരം കുറഞ്ഞതും നുകം വഹിക്കാൻ എളുപ്പമുള്ളൂ. ചേട്ടാ അത് ശരിയാണല്ലോ, ഈശോ പറഞ്ഞ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോ പറഞ്ഞു, അല്ലേ? അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഈശോ പറഞ്ഞു. ആ വചനം കേൾക്കുമ്പോൾ നമ്മുടെ പ്രശ്നത്തിനുള്ളൊരു ഉത്തരം അതിനകത്തുണ്ട്, അല്ലേ? നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ ഈശോ നിങ്ങളോട് നേരിട്ട് സംസാരിച്ചു എന്ന ഒരു തോന്നലുണ്ട്, അല്ലേ? അത് ദൈവാരൂപിയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥനാപൂർവം വചനം വായിക്കുമ്പോൾ ഈ കൃത്യമായ ഉത്തരം കിട്ടും. ചിലപ്പോൾ നേരെ തിരിച്ച് ദൈവം ഉദ്ദേശിക്കാത്ത അർത്ഥം നമുക്ക് തോന്നിയെന്നിരിക്കും. പണ്ടൊരു സെമിനാരിക്കാരനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സെമിനാരിക്കാരന് നിങ്ങൾ ചിലർ സെമിനാരി പോയിട്ട് വന്നവർ ഇതിനകത്തുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട് അല്ലേ? യെസ്, ചിലരുടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയാം സെമിനാരി പോയി വന്നതായിരിക്കും. ഈ സെമിനാരിക്കാരന്മാർ ഈ സെമിനാരി ചെന്ന് കഴിയുമ്പം പിന്നെ കുറച്ച് നാളത്തേക്ക് അവൻ്റെ ഒരു തോന്നല, എന്നെ ദൈവം വിളിച്ചു തന്നെയാണോ, പോയാലോ, തിരിച്ചു പോയാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നലുണ്ടാവും. യെസ്, ഒരു കൊച്ചനിങ്ങനെ തോന്നി, ഷോ ദൈവം വിളിച്ചു ആക്കുക. ഏതൊക്കെയാലും അവൻ ബൈബിൾ തുറന്ന് വായിക്കാൻ തീരുമാനം. ബൈബിൾ തുറന്നപ്പോൾ അവൻ വായിച്ചു. അവന് കിട്ടിയ വചനം ഇതാണ്, അവൻ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? അവന് മനസ്സിലായി എന്നെ ദൈവം വിളിച്ചിട്ടില്ല, തിരിച്ചു പോകണമെന്ന് അർത്ഥം. അവൻ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകാൻ തീരുമാനിച്ച് അവൻ ചെന്ന് ആത്മീയ പിതാവിനോട് പറഞ്ഞു, സെമിനാരിലെ സ്പിരിച്വൽ ഫാദറോട് പറഞ്ഞു, പിതാവേ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്ക് പ്രാർത്ഥിച്ച് ഇങ്ങനെയാണ് കിട്ടിയത്, എനിക്ക് ദൈവവിളിയില്ല, ഞാൻ പൊക്കോളാം. അപ്പോൾ ആധ്യാത്മിക പിതാവ് പറഞ്ഞു, നീ അങ്ങനെ പെട്ടെന്ന് എടുത്തിയാടി തീരുമാനം എടുക്കുക, നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കാം. അവർ രണ്ടുപേരും കൂടെ തീക്ഷ്ണമായിരുന്നു പ്രാർത്ഥിച്ചിട്ട്. എന്നിട്ട് വചനപ്പെട്ടിക്കകത്തുനിന്ന് ഒരു വചനം എടുത്തോളാൻ പറഞ്ഞു. വചനം എടുത്തപ്പോൾ അവന് കിട്ടിയത് നീയും പോയി അതുപോലെ ചെയ്യുക എന്ന വചനമാണ് കിട്ടിയത്. അപ്പോൾ ആത്മീയ പിതാവ് മനസ്സിലാക്കി, ആ ശരിയാ, ഇവന് ദൈവവിളിയില്ല. അവർ തീരുമാനമെടുത്ത് അവൻ വീട്ടിൽ പോയി. ഈ സെമിനാരിക്കാരൻ്റെ തീരുമാനം ദൈവവചനം അനുസരിച്ചാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അത് അങ്ങനെ വചനപ്പെട്ടിക്കകത്ത് ഒരു കഷ്ണം കടലാസ് കണ്ടേച്ചിട്ടല്ല നമ്മൾ ദൈവവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മൾ
പ്രാർത്ഥനയോടെ ദൈവഹിതം അറിയാനുള്ള അദമ്യമായ ആഗ്രഹത്തോടെ ദൈവഹിതം എന്താണെങ്കിലും അത് ഞാൻ സ്വീകരിച്ചു കൊള്ളാം എന്ന താല്പര്യത്തോടെ വചനം അന്വേഷിക്കും. ഇവന് വീട്ടിൽ പോകാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വചനം തപ്പുന്നത്, ഇല്ലേ? ദൈവഹിതം അന്വേഷിക്കുകയല്ല അവൻ ചെയ്ത്. അവൻ അവൻ്റെ ഹിതത്തിന് എങ്ങനെയും പറ്റിയ 2 വചനം കിട്ടുമോ എന്ന് അവൻ തപ്പിക്കൊണ്ട് നടക്കും. അന്നേരം അവൻ അതിന് പറ്റിയ വചനം കിട്ടും. ദൈവഹിതം അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വചനം ശരിയായ ദിശാബോധം തരികയുള്ളൂ. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം ഏറ്റവും വലിയ സങ്കീർത്തനമാണ്. ബൈബിളിന് ഏറ്റവും വലിയ അധ്യായം എന്ന് പറയാവുന്നതാണ്. അതിൽ പറയുന്നതാണ്, കർത്താവിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവും. ദൈവവചനം വായിച്ചാൽ നമ്മൾ ഏതിലെയാണ് പോകേണ്ടത്, ഏതാണ് ശരിയായ വഴി, ഏത് തീരുമാനം എടുക്കേണ്ടത്, വളരെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടും. യെരമ്യാ പ്രവാചകൻ പറയുന്ന പോലെ, ഇതാണ് വഴി, ഇതിലേ പോ എന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് ഞാൻ കേൾക്കും എന്ന് വചനത്തിൽ പറയുന്നു, ഇല്ലേ? അതുപോലെ വളരെ കൃത്യമായി ദൈവം നിങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ അൽഫോൻസ ചോദിച്ചത്, ഇത് ദൈവവചനം നമുക്ക് മാർഗനിർദ്ദേശം തരുമോ എന്ന് ചോദിച്ചാൽ, ദൈവവുമായി നമ്മളെ ബന്ധിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ, സത്യമായും ബന്ധിപ്പിക്കും. നന്ദി പിതാവേ. ദൈവവചനത്തെക്കുറിച്ചും പുതിയ നിയമ പുസ്തകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും നാം ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുകയായിരുന്നു. വളരെ വ്യക്തമായ ഉത്തരങ്ങളും ബോധ്യങ്ങളും അഭിമന്യ പിതാവിലൂടെ ഈ എപ്പിസോഡിൽ നമുക്ക് ലഭിച്ചു. അടുത്ത എപ്പിസോഡിലും ദൈവവചനത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ തുടരുന്നതാണ്. എല്ലാവർക്കും നന്ദി.